നമസ്കാരം. ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ കാണാതായതുമായി ബന്ധപ്പെട്ട കേസിൻ്റെ അന്വേഷണം നിർണായക ഘട്ടത്തിലാണ്. ഈ കേസിൻ്റെ സ്പോൺസറും അതോടൊപ്പം തന്നെ മുഖ്യപ്രതിയുമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിലൂടെ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ഈ സാമ്പത്തിക ക്രമക്കേടുകൾക്ക് പിന്നിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന സൂചനകൾ ബലപ്പെടുത്തുന്നു. കേരള ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ഇതിൻ്റെ കേസ് അന്വേഷിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 8 മുതൽ 11 മണിക്കൂർ വരെ നീണ്ട ചോദ്യം ചെയ്യലിന് വിധേയനാക്കി. ഈ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ വസതിയിൽ നടത്തിയ പരിശോധനയിൽ കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില സുപ്രധാന സാമ്പത്തിക രേഖകൾ കണ്ടെത്തുകയുണ്ടായി അന്വേഷണ സംഘം. ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ ഈ സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകൾ നിയമവിരുദ്ധ പലിശ ഇടപാടുകളിലേക്കും മറ്റും സംശയാസ്പദമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നതാണ്. ചോദ്യം ചെയ്യലിൻ്റെ ഫലമായി ലഭിച്ച മൊഴികൾ ക്ഷേത്രത്തിലെ സ്വർണം നഷ്ടപ്പെട്ട സംഭവത്തിൽ ഉന്നത തലത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നതായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നു. 2019 നവീകരണ പ്രവർത്തനങ്ങളാണ് ഈ കേസിൻ്റെ അടിസ്ഥാനം. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ ചെമ്പുവാളികൾ വീണ്ടും ഇലക്ട്രോപ്ലേറ്റിങ്ങിനായിട്ട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിന് കൈമാറിയപ്പോഴാണ് ക്രമക്കേടുകൾ ആരംഭിക്കുന്നത്. ഹൈക്കോടതിയുടെ കണ്ടെത്തലുകൾ പ്രകാരം ആദ്യം 42 കിലോഗ്രാം ഭാരമുണ്ടായിരുന്ന സ്വർണം പൂശിയ ചെമ്പുപാളികൾ ആ സ്ഥാപനത്തിന് കൈമാറുമ്പോൾ 38 കിലോഗ്രാം ആയിട്ട് കുറഞ്ഞിരുന്നു. ഇത് ഏകദേശം 4.5 കിലോഗ്രാമിൻ്റെ സ്വർണ്ണ നഷ്ടമാണ് കാണിക്കുന്നത്. മാത്രമല്ല, പണി പൂർത്തിയാക്കി തിരിച്ചെത്തിയപ്പോൾ ഈ ഭാരം വീണ്ടും കുറവായിരുന്നു. ദേവസ്വം ബോർഡ് അധികൃതർ സ്വർണം പൂശിയ ഈ പാളികളെ രേഖകളിൽ ചെമ്പുപാളികൾ എന്നും മാത്രം രേഖപ്പെടുത്തിയത് മനഃപൂർവ്വമായിട്ടുള്ള പിഴയായിട്ട് ഹൈക്കോടതി വിലയിരുത്തുകയുണ്ടായി. കൂടാതെ സ്വർണം ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തുന്നതിനായിട്ട് തിരഞ്ഞെടുത്ത സ്ഥാപനത്തിന് ഈ സാങ്കേതിക വിദ്യയിൽ വൈദഗ്ധ്യം ഇല്ലായിരുന്നു എന്നതും സംശയങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. കൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 ഡിസംബറിൽ ദേവസ്വം ബോർഡിന് അയച്ച ഒരു ഇമെയിലും സംശയകരമായി തന്നെ കണക്കാക്കുന്നു. സ്വർണ്ണപ്പണികൾക്ക് ശേഷം ശേഷിക്കുന്ന സ്വർണം തനിക്ക് അറിയാവുന്ന ഒരു പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിന് ദേവസ്വം ബോർഡിൻ്റെ സഹകരണത്തോടെ വിട്ടു നൽകാൻ സാധിക്കുമോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ചോദ്യം. ഇതിന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അതിവേഗം നടപടി സ്വീകരിച്ചത് ഗുരുതരമായിട്ടുള്ള ക്രമക്കേടായി തന്നെ കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അപ്പോൾ ഈ ക്രമക്കേടുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരൊറ്റ വ്യക്തിയല്ല എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. ശബരിമലയിലെ വിപുലമായിട്ടുള്ള ഒരു സ്ഥാപനത്തിലെ നടപടികൾ ഉന്നത തലത്തിലുള്ളവരുടെ അറിവോടെയും ഒത്താശയോടെയും മാത്രമേ നടക്കുകയുള്ളൂ. അതിനാൽ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരും മുൻ ഭരണാധികാരികളും അന്വേഷണത്തിൻ്റെ പരിധിയിലാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ, മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ എൻ വാസു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ എന്നിവർ ഉൾപ്പെടെ 15ഓളം പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചിലരെ പ്രതി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ചെമ്പുപാളികളെ വെറും ചെമ്പായിട്ട് രേഖപ്പെടുത്തി കള്ളരേഖ ചമച്ച അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരളി ബാബു ഉൾപ്പെടെയുള്ളവർ ഉടൻ അറസ്റ്റിലാകാൻ സാധ്യതയുണ്ട്. ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നും മോഷണം പോയ സ്വർണം ഈ ഉദ്യോഗസ്ഥരുമായി പങ്കിട്ടെടുത്തു എന്നും മൊഴി നൽകിയതായിട്ടും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഈ അന്വേഷണം നടത്തുന്നത് കേരള ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അന്വേഷണ പുരോഗതി റിപ്പോർട്ടുകൾ 2 ആഴ്ചയിൽ ഒരിക്കൽ മുദ്രവെച്ച കവറിൽ കോടതിക്ക് നേരിട്ട് സമർപ്പിക്കാൻ SITയോട് ഉത്തരവിട്ടിട്ടുണ്ട്. കൂടാതെ കേസിൻ്റെ വിശദാംശങ്ങൾ പൊതുജനങ്ങൾക്കോ മാധ്യമങ്ങൾക്കോ കൈമാറരുത് എന്നും കർശനമായ നിർദ്ദേശമുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് അന്വേഷണത്തിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെയോ സർക്കാരിൻ്റെയോ ഇടപെടലിന് സാധ്യതയില്ലെന്നും കേസിൻ്റെ തുടർ നടപടികൾ ഹൈക്കോടതിയുടെ തീരുമാനങ്ങൾക്ക് വിധേയമായിരിക്കുമെന്നുമാണ്. ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവർ അവർക്കെതിരെ പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുകയും CBI അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞു. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നതിനാൽ തന്നെ കേസിലെ യഥാർത്ഥ പ്രതികളെയും ഉന്നതങ്ങളിലെ പങ്കാളികളെയും കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ വിശ്വാസികൾ. അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. കേസിൻ്റെ ഗൂഢാലോചന നടന്ന ബംഗളൂരു, ഹൈദരാബാദ്, ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിലേക്ക് അദ്ദേഹത്തെ തെളിവെടുപ്പിനായിട്ട് ഇനി കൊണ്ടുപോകും. സ്വർണം ഇളക്കിയ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൻ്റെ പങ്കാളിത്തവും സ്വർണത്തിൻ്റെ ഒരു ഭാഗം കൈപ്പറ്റിയെന്ന് പറയപ്പെടുന്ന കൽപേഷ്, അതോടൊപ്പം നാഗേഷ് തുടങ്ങിയ ഇടനിലക്കാരെയും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. കവർച്ച ചെയ്ത സ്വർണം വീണ്ടെടുക്കുന്നത് കേസിൻ്റെ വിജയത്തിന് അനിവാര്യമാണെന്ന് അന്വേഷണ സംഘം കരുതുന്നുണ്ട്. ഈ കേസ് ശബരിമലയുടെ പവിത്രതയെ ചോദ്യം ചെയ്യുന്നതിനൊപ്പം തന്നെ സർക്കാർ നിയന്ത്രിത ദേവസ്വം ബോർഡ് സംവിധാനത്തിലെ ക്രമക്കേടുകളിലേക്കും ഉന്നത തലത്തിലെ അഴിമതികളിലേക്കും വിരൽ ചൂണ്ടുന്ന രാജ്യവ്യാപകമായി ശ്രദ്ധ നേടുന്ന ഒരു കവർച്ചാ വിഷയമായി തന്നെ ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്.